ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ച പത്തനംതിട്ട ജില്ലയിൽ ഇന്നും ഓറഞ്ച് അലർട്ടാണ്. ആറന്മുള, തിരുവല്ല ഉൾപ്പെടെയുള്ള വിവിധ ഭാഗങ്ങൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. ഡാമുകളിൽ ജലനിരപ്പ് കുറഞ്ഞു. മുഴിയാർ ഡാമിന്റെ ഷട്ടർ അടച്ചു. ശ്രീരാജ് ബാബു ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീരാജ്, ഇപ്പോൾ ഡാമുകളിൽ ജലനിരപ്പ് കുറയുന്ന തരത്തിൽ മഴയ്ക്ക് കുറവുണ്ടായിട്ടുണ്ട്, അതൊരാശ്വാസമാണ്. പക്ഷേ ഇപ്പോഴും വെള്ളം പൊങ്ങിയ എല്ലായിടത്തു നിന്നും വെള്ളം ഇറങ്ങിയിട്ടില്ല എന്നുള്ള ഒരു അവസ്ഥയില്ലേ? ഹർഷൻ, അങ്ങനെ തന്നെയാണ്. മഴ കുറഞ്ഞു. അതുപോലെ തന്നെ ഡാമിലെ ജലനിരപ്പ് 60% മുഴുവൻ ഡാമുകളിലുമായിട്ടുണ്ട്. ഡാമിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള അലർട്ടുകൾ നിലവിലില്ല എന്നുള്ളതെല്ലാം ആശ്വാസമാവുമ്പോൾ പോലും ഈ വെള്ളം തിരുവല്ല, ആറന്മുള ഭാഗങ്ങളുടെ വിവിധ ഇടങ്ങളിൽ വെള്ളമുള്ളത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ജലനിരപ്പ് കുറയുന്നു, ആറന്മുളയിൽ കുറയുന്നുണ്ടെങ്കിലും അതിൻ്റെ വേഗത നന്നേ കുറവാണ്. പക്ഷേ ആറന്മുളയിൽ കുറയുമ്പോഴും തിരുവല്ലയിലേക്ക് ഈ വെള്ളം വീണ്ടും കൂടുന്ന ഒരു സ്ഥിതി നിലവിലുണ്ട്. നിലവിൽ 146 ക്യാമ്പുകളിലായി 7168 പേരാണ് പത്തനംതിട്ട ജില്ലയിൽ മുഴുവനും ഇത്തരത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഉള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത് തിരുവല്ലയിൽ തന്നെയാണ്. 98 ക്യാമ്പുകളാണ് തിരുവല്ലയിൽ പ്രവർത്തിക്കുന്നത്. അവിടെ ഇപ്പോഴും ആളുകൾ പലയിടങ്ങളിലും പല പ്രദേശങ്ങളിലും ഇത്തരത്തിൽ വെള്ളത്താൽ ചുറ്റപ്പെട്ട് ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു സ്ഥിതി തിരുവല്ലയിൽ ഉണ്ട്. ആറന്മുളയിലും സമാനമായ തരത്തിൽ വലിയ തരത്തിലുള്ള തരത്തിൽ ഈ വെള്ളം ആ പ്രദേശങ്ങളെ ബാധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പല വ്യാപാര സ്ഥാപനങ്ങളും ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, റാന്നിയിലെ വെള്ളം കുറഞ്ഞു. റാന്നിയിൽ നിലവിൽ ഈ പ്രദേശങ്ങളിലേക്ക്, റാന്നി ടൗണിൻ്റെ ഭാഗങ്ങളിലൊന്നും തന്നെ വെള്ളമില്ല. ആ ഭാഗത്തെ വെള്ളം മാറിയത്, അല്ലെങ്കിൽ ആ ഭാഗത്തെ ജലനിരപ്പ് നന്നേ കുറഞ്ഞത് ആശ്വാസമാകുന്നത് റാന്നിക്കാർക്ക് മാത്രമല്ല, മറിച്ച് ആറന്മുളയിലെ ആളുകൾക്കും അത്തരത്തിലുള്ള ഒരു ആശ്വാസമുണ്ട്. കാരണം റാന്നിയിൽ പൊങ്ങുന്ന വെള്ളമായിരുന്നു പിന്നീട് ഒഴുകി ആറന്മുള ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്ക് പമ്പയാറ്റിലൂടെ എത്തുന്നത്. അതെന്തായാലും ഉണ്ടാകില്ല. പമ്പയാറ്റിലെയും നിലവിൽ ഒഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. അച്ചൻകോവിലാറും സമാനമായ തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കരകവിഞ്ഞൊഴുകിയ ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതിലും വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പത്തനംതിട്ട ജില്ലയിൽ എത്തിയിരുന്നു. സ്ഥിതിഗതികൾ വിലയിരുത്തി, ക്യാമ്പുകളിൽ സന്ദർശനം നടത്തി. ക്യാമ്പുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ നേരിടുന്നുണ്ടെങ്കിൽ അതിലെല്ലാം തന്നെ ഇടപെടൽ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. ഏതായാലും ജില്ലയിൽ ആകെ പ്രവർത്തിക്കുന്ന 146 ക്യാമ്പുകളിലായി 7168 പേരാണ് ദുരിതാശ്വാസത്തിൻ്റെ ഭാഗമായി അവിടെ ഉള്ളത്. എന്തായാലും മഴ ഇപ്പോഴും ചെറിയ തരത്തിൽ പത്തനംതിട്ട ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ തുടരുന്നുണ്ട്. ഏറെ ആശ്വാസകരമായ കാര്യം, ഡാമിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ കനത്ത മഴ പെയ്യുന്നില്ല. ഏതെങ്കിലും തരത്തിലുള്ള അലർട്ടുകളും അവിടെ ഇല്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ റാന്നി, ആറന്മുള, തിരുവല്ല ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ കനത്ത മഴ പെയ്തതിൻ്റെ ഭാഗമായി വലിയ തരത്തിലുള്ള ജലനിരപ്പ് ഉയർന്നു. അതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു, മലയോര മേഖലകളിൽ മഴ നിർത്താതെ പെയ്തു എന്നുള്ളത്. ഈ രണ്ട് പ്രശ്നങ്ങൾ, ഈ നദികളിൽ ജലനിരപ്പ് ഉയരുന്നതിനും സ്വാഭാവികമായും ഈ ജനവാസ മേഖലകളിലേക്ക് ഈ നദികൾ കരകവിഞ്ഞൊഴുകി വലിയ തരത്തിൽ ജലനിരപ്പ് ഉയരുന്നതിനും കാരണമായി. ഏറെ ആശ്വാസകരമായ കാര്യവും ഏറെ ആശങ്ക ഒഴിവാക്കുന്ന തരത്തിലുള്ള കാര്യവും, ഈ മലയോര മേഖലകളിൽ മഴ നന്നേ കുറയുന്നുണ്ട്. കാര്യമായി മഴ പെയ്യുന്നില്ല. ഇടവിട്ടുള്ള മഴ മാത്രമാണ് ഈ ഭാഗങ്ങളിൽ പെയ്യുന്നുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മണിമലയാറും അതുപോലെ തന്നെ അച്ചൻകോവിലാറും പമ്പയാറും ഒരുപോലെ സംഗമിക്കുന്ന, അല്ലെങ്കിൽ ഒരുപോലെ ഈ നദികളിലെ വെള്ളം, ജലനിരപ്പ് ഉയരുന്ന ബാധിക്കുന്ന പ്രദേശമായിരുന്നു തിരുവല്ല. അവിടെ മാത്രമാണ് ഇനിയൊരു കനത്ത ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നത്. അവിടെ കൃത്യമായി ആളുകളെ അവിടെ നിന്നും ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റാനുള്ള പ്രവർത്തികൾ നടന്നു വരുന്നുണ്ടെങ്കിൽ പോലും ചിലയിടങ്ങളിൽ ആളുകൾ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു സ്ഥിതി ഇപ്പോഴുമുണ്ട്. അവിടേക്ക് കൂടി ആളുകളെ കൂടി ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റാനുള്ള നടപടികളാണ് നിലവിൽ നടക്കുന്നത്. ഹർഷൻ.